Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 1ാം യൂണിറ്റിലെ 4ാം ചാപ്റ്റർ ആയിട്ടുള്ള ഹൊറേഗെല്ലു. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. Read the following excerpt from ഹൊറേഗെല്ലു and answer the questions that follow. ഹൊറേഗെല്ലു എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ആ ഒരു ചെറിയ ഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. Not even in my dreams I consider that to be the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. Not even in my dreams, എൻ്റെ സ്വപ്നങ്ങളിൽ പോലും അങ്ങനെ ഞാൻ ചെയ്യില്ല. I consider that to be the worst kind of betrayal. ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു വിശ്വാസവഞ്ചനയായിട്ടാണ് ഞാൻ അതിനെ പരിഗണിക്കുന്നത്. I don't think there is a greater sin than betraying someone's confidence. ആരുടെയെങ്കിലും ആത്മവിശ്വാസത്തെ വഞ്ചിക്കുന്നതിനേക്കാൾ വലിയ ഒരു തെറ്റില്ല. നമുക്കറിയാം, ഈ ഒരു പാഠഭാഗത്തിൽ രത്ന എന്ന ഒരു ക്യാരക്ടറോട് സുധാമൂർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് രത്ന കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ സ്പീക്കർ? ഇവിടെ സംസാരിക്കുന്നത് ആരാണ്? ഓക്കെ, നമുക്കറിയാം ഇവിടെ ഈ സംസാരിക്കുന്ന ഈ ഒരു വാക്കുകൾ രത്നയുടേതാണ്. ഓക്കെ, നമുക്ക് ആൻസറായിട്ട് രത്ന എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 sentences അനലൈസിങ് ദ ട്രേറ്റ്സ് ഓഫ് ദ സ്പീക്കർ. ഈ ഒരു സ്പീക്കറുടെ, അതായത് രത്നയുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് 2 സെൻറ്റൻസുകൾ തയ്യാറാക്കുക. നമുക്കറിയാം, രത്നയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ് രത്ന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് രത്നയുടേത്. ഓക്കെ, നമുക്ക് ആൻസറായിട്ട് ഇങ്ങനെ എഴുതാം. രത്ന ലിസൺസ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് ജഡ്ജ്മെൻറ്റ്. രത്ന മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വളരെ സഹതാപത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ ന്യായവിധികളൊന്നുമില്ലാതെ കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ്. Thus, she becomes the shelter to the poor people. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് ഒരു അഭയമാണ് രത്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെയുള്ള ആ ഒരു പാസേജ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. Then, how do you help them? By listening to them. God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. Then how do you help them? By listening to them. നിങ്ങൾ എങ്ങനെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കുന്നത്? God has given me 2 ears to listen to others. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി ദൈവം എനിക്ക് 2 ചെവികൾ നൽകിയിട്ടുണ്ട്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ക്ഷമയോടുകൂടി വളരെ സഹതാപത്തോടു കൂടി കേൾക്കും, വിലയിരുത്തലുകളൊന്നും ഇല്ലാതെ. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് എൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്. ഒരാളൊരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലോ ആണെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ വറീസൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ ചില വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബേർഡൻ. അത് അവൻ്റെ ഭാരം, അവൻ്റെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് പകുതിയാക്കി കുറക്കുന്നു. നമുക്കറിയാം, ഹൊറേഗെല്ലു എന്ന ആ ഒരു ചാപ്റ്ററിൽ സുധാമൂർത്തി രത്നയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് ആൻസറായിട്ട് രത്ന കൊടുക്കുന്ന മറുപടിയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് ഔട്ട്ലെറ്റ് മീൻ ഹിയർ? ഇവിടെ ഔട്ട്ലെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഇവിടെ ഔട്ട്ലെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസിങ് വൺസ് ഇമോഷൻ എന്നുള്ളതാണ്. അതായത് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഔട്ട്ലെറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഓപ്ഷൻസിലേക്ക് നോക്കാം. എ, പൈപ്പ്. ദെൻ ബി, പ്ലേസ് വെയർ ഫുഡ് ഈസ് സോൾഡ്. ഭക്ഷണം വിൽക്കപ്പെടുന്ന സ്ഥലം. ദെൻ സി, ഗിവ് വെൻറ്റ്, അതായത് പ്രകടിപ്പിക്കുക. ദെൻ ഡി, എ റിവർ, അതായത് ഒരു നദി. ഇവയെല്ലാം ഔട്ട്ലെറ്റ് എന്ന ഒരു വേർഡിൻ്റെ മീനിങ് ആണ്. എന്നാൽ ഇവിടെ ഇതിന് ഉചിതമായിട്ടുള്ള ഒരു വേർഡായിട്ട് വരുന്നത് ഗിവ് വെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഗിവ് വെൻറ്റ്, അതായത് പ്രകടിപ്പിക്കുക. അതായത് ഒരാൾക്കൊരു മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് ഇവിടെ ഔട്ട്ലെറ്റ് അതല്ലെങ്കിൽ ഗിവ് വെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആസ്ക്സ് ദ ക്വസ്റ്റ്യൻ? ഹു സേസ് ദ ആൻസർ?
ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ദെൻ ഹു സെയ്സ് ദ ആൻസർ? ഉത്തരം പറയുന്നത് ആരാണ്? നമുക്കറിയാം ഇവിടെ ചോദ്യം ചോദിക്കുന്നത് സുധാമൂർത്തിയാണ്, അതായത് ഹൊറഗല്ലു എന്ന ആ ഒരു അനക്ഡോട്ടിലെ നരേറ്റർ ആയിട്ടുള്ള സുധാമൂർത്തിയാണ്. ദെൻ ആൻസർ പറയുന്നത്, ഉത്തരം പറയുന്നത് രത്നയാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ദ നരേറ്റർ ആസ്ക്സ് ദ ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ സുധാമൂർത്തി ആസ്ക്സ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം ചോദിക്കുന്നത് നരേറ്ററാണ്, അതല്ലെങ്കിൽ സുധാമൂർത്തിയാണ്. ദെൻ രത്ന സെയ്സ് ദ ആൻസർ, ഇവിടെ മറുപടി പറയുന്നത് രത്നയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് കോൺവെർസേഷൻ. ഈ ഒരു സംഭാഷണത്തിൻ്റെ, ഈ ഒരു കോൺവെർസേഷൻ്റെ സന്ദർഭം വിവരിക്കുക, ചുരുക്കി വിവരിക്കുക. ഈ ഒരു കോൺവെർസേഷൻ്റെ, അതായത് ഈ ഒരു സംഭാഷണത്തിൻ്റെ സന്ദർഭം നമുക്കറിയാം. അതായത് സുധാമൂർത്തി അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെയുള്ള, അതായത് അവളെ മുത്തച്ഛനെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള രത്നയെ പരിചയപ്പെടുകയാണ്. അങ്ങനെ രത്നയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ വിവരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ജസ്റ്റ് ലൈക്ക് ദ ഗ്രാൻഡ് ഫാദർ, രത്ന, ദ ക്ലർക്ക് ഇൻ ദ ഓതേഴ്സ് ഓഫീസ് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടഡ് ഹെർ കൊളീഗ്സ്. മുത്തച്ഛനെ പോലെ തന്നെ ഓതറുടെ, അതായത് എഴുത്തുകാരിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രത്നയും മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. രത്ന ലിസൺ ടു എവറി വൺസ് പ്രോബ്ലംസ് വിത്ത് പേഷ്യൻസ്, thereby providing an outlet for their worries. രത്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുമായിരുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സഹായം അവൾ നൽകുമായിരുന്നു. ദെൻ രത്ന ഗിവ്സ് ദിസ് എക്സ്പ്ലനേഷൻ ഫോർ ദി ഓതേഴ്സ് ക്വസ്റ്റ്യൻ. രത്ന ഇവിടെ മുകളിൽ പറയുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നത് സുധാമൂർത്തി, അതായത് ഈ റൈറ്റർ, എഴുത്തുകാരി അവളോട് ചോദ്യം ചോദിക്കുന്ന സമയത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment, says Ratna. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി ദൈവം എനിക്ക് 2 ചെവികൾ നൽകിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി, അതുപോലെ തന്നെ സഹതാപത്തോടു കൂടിയും വലിയ വിലയിരുത്തലുകളൊന്നുമില്ലാതെ ഞാൻ കേൾക്കുന്നു. ഈ കാര്യങ്ങൾ പറയുന്നത് രത്നയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ക്വാളിറ്റീസ് ഓഫ് രത്ന ആർ റിവീൽഡ് ഇൻ ദീസ് വേർഡ്സ്. ഈ ഒരു വാക്കുകളിൽ വ്യക്തമാകുന്നത് രത്നയുടെ എന്ത് സ്വഭാവ ഗുണമാണ്? ഓക്കെ, ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദീസ് വേർഡ്സ് ഓഫ് രത്ന റിവീൽസ് ദാറ്റ് ഷീ ഈസ് എ സിമ്പത്തറ്റിക് പേഴ്സൺ ഹു ഈസ് വില്ലിംഗ് ടു ലിസൺ ടു അതേഴ്സ്. ഈ ഒരു വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് രത്ന മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വളരെ സഹതാപത്തോടു കൂടി കേൾക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷീ ഡസ് നോട്ട് പാസ് ജഡ്ജ്മെൻറ്റ് ഓൺ അതേഴ്സ്. മറ്റുള്ളവർ പറയുന്ന സമയത്ത്, ആളുകൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവൾ ഒരിക്കലും വലിയ വിലയിരുത്തലുകളൊന്നും നടത്തുന്നില്ല. ഷീ പേഷ്യൻ്റ്ലി ലിസൺ ടു വാട്ട് പീപ്പിൾ ഹാവ് ടു സേ. ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു. പേഷ്യൻ്റ് ലിസണിങ് ഈസ് എ ഗ്രേറ്റ് ക്വാളിറ്റി വിച്ച് മെനി പീപ്പിൾ ലാക്ക്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ് വലിയൊരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയാണ് രത്നയ്ക്ക് ഇവിടെ ഉള്ളത്. പല ആളുകൾക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ നോമിത ഹാപ്പൻസ് ടു മീറ്റ് രത്ന, ടു ഹൂം ഷീ റിവീൽസ് ഹെർ ട്രബിൾഡ് മൈൻഡ്. ദ കോൺവെർസേഷൻ ബിഗിൻസ് ലൈക്ക് ദിസ്. നോമിത രത്നയെ കണ്ടുമുട്ടുകയാണ്. നമുക്കറിയാം, നോമിതയെ അറിയാം, ഇതിന് മുമ്പേയുള്ള മാച്ച് ബോക്സ് എന്ന ആ ഒരു കഥയിലെ കഥാപാത്രമാണ് നോമിത. ഓക്കെ, നോമിത രത്നയെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ നോമിതക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നോമിത അവളോട് തുറന്നു പറയുകയാണ്. ഓക്കെ, അവരുടെ കോൺവെർസേഷൻ്റെ തുടക്കം ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോമിത, രത്ന, ഐ ഹാവ് എ പ്രോബ്ലം, വുഡ് യു പ്ലീസ് ഹിയർ മീ. നോമിത പറയാണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, ദയവായിട്ട് നിനക്ക് കേൾക്കാൻ സാധിക്കുമോ? രത്ന, വൈ നോട്ട്, എന്തുകൊണ്ടില്ല? ടെൽ മീ ഫ്രാങ്ക്ലി പ്ലീസ്, തീർച്ചയായിട്ടും നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ തുറന്ന് തന്നെ എന്നോട് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഈ ഒരു സംഭാഷണം പൂർത്തിയാക്കുക. ഓക്കെ, അതായത് നോമിതയും രത്നയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നോമിതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നോ നമുക്കറിയാം. അതായത് നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്ത് അവരുടെ ലെറ്റേഴ്സ് വായിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നോമിതയ്ക്ക് രത്നയോട് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു കോൺവെർസേഷൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. നോമിത, മൈ ഹസ്ബൻഡ് റീഡ്സ് മൈ ലെറ്റേഴ്സ് ബിഫോർ ഐ റീഡ് ദം ആൻഡ് സംടൈംസ് ഹി ഡസ് നോട്ട് ഈവൻ ഗീവ് മീ ദ ലെറ്റേഴ്സ്. എൻ്റെ ഭർത്താവ് എനിക്കുള്ള കത്തുകൾ ഞാൻ വായിക്കുന്നതിന് മുമ്പായിട്ട് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം എനിക്ക് എൻ്റെ കത്തുകൾ തരാറുമില്ല. രത്ന,
നൊമിത, ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം ഓഫ് യു അലോൺ. മെനി ഹസ്ബൻഡ് ഡു ദ സെയിം. ഇത് നിൻ്റെ മാത്രം പ്രശ്നമല്ല, പല ഭർത്താക്കന്മാരും ഇങ്ങനെ ചെയ്യാറുണ്ട്. നൊമിത, വൈ ഡു ദേ ഡു ദാറ്റ്? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? രത്ന, ദേ ആർ ഓഫൺ സസ്പിഷ്യസ് ഓഫ് ദെയർ വൈഫ്സ്. അവർ അവരുടെ ഭാര്യമാരെ സംശയിക്കുന്നത് കൊണ്ടാണ്. ദേ തിങ്ക് ദ ലെറ്റേഴ്സ് കുഡ് ബി ലവ് ലെറ്റേഴ്സ് ഫ്രം ദെയർ ഏർലിയർ ലവേഴ്സ്. അവർ ചിന്തിക്കുന്നത് അവരുടെ ഭാര്യമാരുടെ പഴയ ലവേഴ്സ് അയക്കുന്ന ലെറ്റേഴ്സ് ആയിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. ദെൻ നൊമിത, ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഹിം ഫ്രം റീഡിങ് മൈ ലെറ്റേഴ്സ്? എൻ്റെ കത്തുകൾ വായിക്കുന്നത് എങ്ങനെ എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും? രത്ന, സ്പീക്ക് ടു ഹിം ഫ്രാങ്ക്ലി ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹിം ടു റീഡ് അനദർ പേഴ്സൺസ് ലെറ്റേഴ്സ് വിതൗട്ട് ദെയർ പെർമിഷൻ. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയുക, അതായത് മറ്റുള്ളവരുടെ കത്തുകൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ വായിക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമല്ല എന്ന് ഭർത്താവിനോട് തുറന്ന് പറയുക. ദെൻ നൊമിത, ഐ സ്പോക്ക് ടു ഹിം, ഐ ഷോവ്ഡ് ആങ്കർ, ടുക്ക് ഒഫൻസ്. ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിനോട് ദേഷ്യം കാണിച്ചു. ആൻഡ് ടുക്ക് ഒഫൻസ്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. രത്ന, നത്തിങ് വർക്ക്ഡ്, ഒന്നും വർക്ക് ചെയ്തില്ല, അതായത് അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ലേ? നൊമിത, നത്തിങ് വർക്ക്ഡ്, അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഹി ദെൻ ഇൻസൾട്ടഡ് മീ ബൈ കോളിംഗ് മീ ഡങ് പിക്കേഴ്സ് ഡോക്ടർ. അദ്ദേഹം എന്നെ പിന്നീട് വിളിച്ചു എന്ത്? ചാണകം വാരുന്ന ആളുടെ മകളെ എന്ന് അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തു. രത്ന, ഹി ഡിഡ്, വാട്ട് ഡിഡ് യു ഡു ദെൻ? അങ്ങനെ അദ്ദേഹം പറഞ്ഞോ? ദെൻ പിന്നീട് നീ എന്താണ് ചെയ്തത്? നൊമിത, ഐ വാസ് സോ ആംഗ്രി ദാറ്റ് ഐ വാണ്ടഡ് ടു ബേൺ മൈസെൽഫ് ആൻഡ് സോ ഐ ട്രൈഡ് ടു ബേൺ മൈ സാരി. ഞാൻ ആകെ ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കാനും വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ സാരി കത്തിച്ചുകൊണ്ട് എന്നെ കത്തിക്കാനും വേണ്ടി ഞാൻ ശ്രമിച്ചു. രത്ന, നൊമിത, വാട്ട് യു ഡിഡ് വാസ് റോങ്. നീ ചെയ്ത കാര്യം തെറ്റാണ്. ഹൗ ക്യാൻ എ വുമൻ ലൈക്ക് യു തിങ്ക് ഓഫ് കില്ലിങ് യുവർ സെൽഫ് ജസ്റ്റ് ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇൻസൾട്ടഡ് യു. നിൻ്റെ ഭർത്താവ് നിന്നെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം നിന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ സ്വയം മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു? പ്ലീസ് ട്രൈ ടു വിൻ ഓവർ യുവർ ഹസ്ബൻഡ് ത്രൂ ലവ്. ദയവായി സ്നേഹത്തിലൂടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മേൽ നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കുക. നൊമിത, ഐ വിൽ ഡു ദാറ്റ് രത്ന, താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി. രത്ന, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇതേ രൂപത്തിൽ നമുക്ക് ആ ഒരു സംഭാഷണത്തെ എഴുതാൻ സാധിക്കും. ഇനി ഇതേ രൂപത്തിലുള്ള മറ്റൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാജിൻ ദാറ്റ് നൊമിത ഗെറ്റ്സ് എ ചാൻസ് ടു ടോക്ക് ടു രത്ന. നൊമിതയ്ക്ക് രത്നയുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് സങ്കല്പിക്കുക. ഹൗ വുഡ് ഷീ പ്രസൻറ്റ് ഹെർ വറീസ്? എങ്ങനെയായിരിക്കും അവളുടെ പ്രശ്നങ്ങൾ അവൾ പറയുക? അതായത് നൊമിത എങ്ങനെയായിരിക്കും രത്നയോട് ആ ഒരു കാര്യങ്ങൾ, അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുക? അതായത് നൊമിതയ്ക്ക് രത്നയുമായി സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ നൊമിത പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിലൂടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൊറൈഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. ഏതൊരു യാത്രയിലും ഹൊറൈഗല്ലു വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് മോർ സോ വെൻ പീപ്പിൾ അറൗണ്ട് അസ് ആർ ടു ബിസി ഇൻ ദെയർ ഓൺ വേൾഡ്സ്. എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള ആ ഒരു ലോകത്തിൽ വളരെ ബിസി ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. You feel that it is necessary to post counselors in schools so that students can reveal their fears and joys to them. സ്കൂളുകളിൽ കൗൺസിലർമാരെ പോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ സ്കൂളുകളിൽ കൗൺസിലർമാർ ഉണ്ട് എങ്കിൽ കുട്ടികൾക്ക് അവരുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. Write a letter to the Minister of Education requesting him to take necessary steps in this regard. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതായത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കുന്ന ഒരു ലെറ്ററാണ് ഇവിടെ തയ്യാറാക്കാനായി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനും വേണ്ടി എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരെ പോസ്റ്റ് ചെയ്യാനും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നാം അയക്കുന്ന ഒരു ലെറ്ററാണ് ഇവിടെ നമ്മോട് തയ്യാറാക്കാനായിട്ട്
പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് ഫ്രം അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ടു അഡ്രസ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ തയ്യാറാക്കാം, ഇങ്ങനെ എഴുതാം. ഫ്രം ആരാണോ ഈ ഒരു ലെറ്റർ അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം, രാമു കാലിക്കറ്റ്, ദെൻ ഡേറ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ്, ടു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നാം അയക്കുന്നത്. ദെൻ സബ്ജക്റ്റ് പോസ്റ്റിംഗ് കൗൺസിലേഴ്സ് ഇൻ സ്കൂൾസ്, ഡിയർ സർ. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Next question. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. ഒരു പക്ഷേ അവരുടേതായിട്ടുള്ള ആ ഒരു ചെറിയ വഴിയിലൂടെ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ വലിയ മഹത്തായിട്ടുള്ള ഒരു സോഷ്യൽ സർവീസാണ് അവർ ചെയ്യുന്നത്. അനലൈസ് ദ ട്രേറ്റ്സ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഇൻ എ പാരഗ്രാഫ്. ഗ്രാൻഡ് ഫാദറിൻ്റെയും അതുപോലെ തന്നെ രത്നയുടെയും സ്വഭാവ ഗുണങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്ന ആ ഒരു സോഷ്യൽ സർവീസ് എന്താണെന്ന് നമുക്കറിയാം. അതായത് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുകയും അങ്ങനെ അവർക്കൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നോ ഡൗട്ട് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും വലിയ ഒരു സാമൂഹിക സേവനമാണ് ചെയ്തത്. ബോത്ത് ഓഫ് ദം ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ദ പുവർ ഇന്നസെൻറ്റ് പീപ്പിൾ വെരി പേഷ്യൻ്റ്ലി. രണ്ടുപേരും പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. ദ പീപ്പിൾ വെയർ ഹൈലി റിലീവ്ഡ് ടു ദെയർ വറീസ് ആൻഡ് ടെൻഷൻസ്. അങ്ങനെ ഇവരുമായി സംസാരിച്ചതിന് ശേഷം ആളുകൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ദ ഗ്രാൻഡ് ഫാദർ വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ. ഗ്രാൻഡ് ഫാദർ എല്ലാ ദിവസവും അവിടെയുള്ള ആ ഒരു ആൽമരത്തിന് താഴെ സമയം ചെലവഴിക്കുകയും അവിടെയുള്ള ആളുകളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. ദേ ഷെയർഡ് ദെയർ തോട്ട്സ് അബൌട്ട് ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. അവർ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. രത്ന ഓൾസോ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹെർ കൊളീഗ്സ് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഷീ യൂസ് ടു ചാറ്റ് വിത്ത് ഹെർ കൊളീഗ്സ് എവറി ഡേ ഡ്യൂറിംഗ് ദ ലഞ്ച് അവേഴ്സ്. രത്ന എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് അവളുടെ സഹപ്രവർത്തകർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സഹതാപത്തോടു കൂടിയും വലിയ ന്യായവിധികളൊന്നുമില്ലാതെ കേട്ടിരിക്കുകയും ചെയ്യും. ഷീ ജസ്റ്റ് ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് ഹെർ കൊളീഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
When a person in trouble or under a lot of stress finds an outlet for his worries, ഒരാളൊരു പ്രശ്നത്തിലാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് എങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള വഴികൾ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇറ്റ് റിലീവ്സ് ഓഫ് ഹിസ് ബേർഡൻ, അങ്ങനെ അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാരം പകുതിയായിട്ട് കുറക്കാൻ അവർക്ക് സാധിക്കുന്നു. സെയ്സ് രത്ന ഇൻ ഹൊറൈഗല്ലു. ഹൊറൈഗല്ലു എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ രത്ന പറയുന്ന കാര്യങ്ങളാണിവ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡിഡ് രത്ന റിലീവ് ദ ബേർഡൻ ഓഫ് ഹെർ കൊളീഗ്സ്? എങ്ങനെയാണ് രത്ന അവരുടെ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുള്ളത്? നമുക്കറിയാം എങ്ങനെയാണ് രത്ന അവരുടെ സഹപ്രവർത്തകർക്ക് ഒരു ആശ്വാസം നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതായത് എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന അവരുടെ സഹപ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുകയുമാണ് രത്ന ചെയ്യുന്നത്. അതിലൂടെ മറ്റുള്ള ആളുകൾക്ക്, അതായത് അവളുടെ സഹപ്രവർത്തകർക്ക് രത്ന ഒരു ആശ്വാസം നൽകുകയാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം: Next question. Write a paragraph analyzing the character of the grandfather in the lesson ഹൊറൈഗല്ലു. ഹൊറൈഗല്ലു എന്ന ചാപ്റ്ററിലെ കഥാപാത്രമായിട്ടുള്ള ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു കഥാപാത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. നമുക്കറിയാം ഗ്രാൻഡ് ഫാദർ എന്ന ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആ ഒരു ഹൊറൈഗല്ലു എന്ന ആ ഒരു സ്റ്റോൺ ബെഞ്ചിൻ്റെ അടുത്ത് ഇരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഗ്രാൻഡ് ഫാദറിൻ്റേത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ തയ്യാറാക്കാം: ദ ഗ്രാൻഡ് ഫാദർ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ അനക്ഡോട്ട് ഹൊറൈഗല്ലു റിട്ടൺ ബൈ സുധാമൂർത്തി. He was a retired school teacher. He did great social service. He listened to the problems of the poor innocent people very patiently. The people were highly relieved of their worries and tensions. The grandfather would spend hours every day sitting under the banyan tree and talking to those resting there. They shared their thoughts about daily lives and worries. Grandfather believed that a hොරैගല്ലു is essential in the journey of life. It helps people regain their strength. സുധാമൂർത്തിയുടെ ഈ ഒരു അനക്ഡോട്ടിലെ കേന്ദ്ര കഥാപാത്രമാണ് ഗ്രാൻഡ് ഫാദർ. റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. വലിയ ഒരു സാമൂഹിക സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും അങ്ങനെ ആളുകൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റേത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രത്ന. രത്നയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. നമുക്കറിയാം ഹൊറൈഗല്ലു എന്ന ഈ ഒരു ചാപ്റ്ററിലുള്ള ഒരു കഥാപാത്രമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രത്ന. ഇതിൽ എഴുത്തുകാരിയായിട്ടുള്ള സുധാമൂർത്തിയുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന സുധാമൂർത്തിയുടെ ഒരു കൊളീഗാണ് രത്ന. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതായത് അവൾ എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് മറ്റുള്ള ആളുകൾക്ക്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ കൂടെ അവൾ ഇരിക്കുകയും അങ്ങനെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം നൽകുകയുമാണ് രത്ന ചെയ്യുന്നത്. അങ്ങനെ രത്നയുമായി സംസാരിക്കുന്ന സമയത്ത് ആളുകൾക്ക് മാനസികമായിട്ട് ഒരു ആശ്വാസം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം: രത്ന ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ഹൊറൈഗല്ലു. ഹൊറൈഗല്ലുവിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രത്ന. ഷി വാസ് എ കൊളീഗ് ഓഫ് സുധാമൂർത്തി. അവൾ സുധാമൂർത്തിയുടെ ഒരു സഹപ്രവർത്തകയായിരുന്നു. ഷി വാസ് എ ഗുഡ് ലിസണർ. നല്ലൊരു കേൾവിക്കാരിയായിരുന്നു അവൾ. ഷി വാസ് ഓൾവേസ് ചിയർഫുൾ. അവൾ എപ്പോഴും സന്തോഷവതിയായിരുന്നു. ഹെർ കൊളീഗ്സ് യൂസ് ടു ഷെയർ ദെയർ പ്രോബ്ലംസ് ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ഉച്ചഭക്ഷണ സമയത്ത് അവളുടെ സഹപ്രവർത്തകർ അവളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. അതായത് എവറി ഡേ ഡ്യൂറിങ് ലഞ്ച് അവർ രത്ന വുഡ് സിറ്റ് വിത്ത് ഹെർ കൊളീഗ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന അവളുടെ സഹപ്രവർത്തകരുടെ കൂടെ ഇരിക്കുകയും ദീർഘമായിട്ടുള്ള സംസാരങ്ങൾ നടത്തുകയും ചെയ്യും. ഹെർ കൊളീഗ്സ് വുഡ് ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് ഹെർ. അവളുടെ സഹപ്രവർത്തകർ അവരുടെ പ്രശ്നങ്ങൾ രത്നയുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും. രത്ന ലിസൺ ടു ദം വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്.
രത്ന അവർ പറയുന്ന കാര്യങ്ങൾ വളരെ സഹതാപത്തോടു കൂടെയും ന്യായവിധികളൊന്നുമില്ലാതെ കേൾക്കുകയും ചെയ്യും. ഷീ കെപ്റ്റ് ദെയർ വേർഡ്സ് സീക്രട്ട്. അവർ പറയുന്ന കാര്യങ്ങൾ രത്ന രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും, അതായത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യില്ല. ഷീ റീഫ്രഷ്ഡ് ഹർ കൊളീഗ്സ് ബൈ ലിസണിങ് ടു ദെയർ ട്രബിൾസ്. സഹപ്രവർത്തകർക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടുകൂടെ കേട്ടിരുന്നു കൊണ്ട് രത്ന അവർക്കൊരു ആശ്വാസം നൽകുകയാണ്. രത്നാസ് സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക് ഈസ് God has given her 2 ears to listen to others. She believes that when a person is in stress, wants to share their worries, it relieves them a lot. Ratna is a human Horegalu like the grandfather. Next question. Comment on the suitability of the title Horegalu. ഹൊറേഗല്ലു എന്ന ഈ ഒരു ടൈറ്റിലിൻ്റെ സ്യൂട്ടബിലിറ്റിയെക്കുറിച്ച് നാം കമൻ്റ് ചെയ്യുക. അതായത് ഈ ഒരു ചാപ്റ്ററിന് യോജിച്ചിട്ടുള്ള ഒരു ടൈറ്റിലാണോ ഹൊറേഗല്ലു എന്നുള്ളത് വിശദമാക്കിക്കൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഹൊറേഗല്ലു എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ഈ ഒരു കഥയ്ക്ക് വളരെ യോജിച്ചിട്ടുള്ള ഒരു ടൈറ്റിലാണ്. കാരണം ഹൊറേഗല്ലു എന്ന ഈ ഒരു സ്റ്റോൺ ബെഞ്ചുമായി ബന്ധപ്പെട്ട മറ്റു കഥാപാത്രങ്ങളാണ് ഇതിലുള്ള ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും. ഇവർ 3 പേരും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ തയ്യാറാക്കാം. Next question. Do you think that the grandfather and Ratna were doing some social service? Explain. ഗ്രാൻഡ് അതുപോലെ തന്നെ രത്നയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലിയ സോഷ്യൽ സർവീസാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ, അത് വിവരിക്കുക. നമുക്കറിയാം ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത് വലിയ ഒരു സോഷ്യൽ സർവീസാണ്. അതായത് അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് അതല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകുകയാണ് ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. Yes, I think both the grandfather and Ratna were doing some tremendous social service. They only listened to others, but through that activity, they could give great relief to others. We all face so many problems in our life. If someone is ready to listen to us, we can unload our mental stress. Both grandfather and Ratna spent their valuable time for others. They helped people to reduce their burden. So we can say that both of them were doing some tremendous social service. Next question. Can we relate grandfather and Ratna to Horegalu? Why? നമുക്ക് ഗ്രാൻഡ് ഫാദറിനെയും രത്നയെയും ഹൊറേഗല്ലുവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുമോ? ദെൻ എന്തുകൊണ്ട്? നമുക്കറിയാം ഹൊറേഗല്ലു എന്ന ആ ഒരു സ്റ്റോൺ ബെഞ്ച് ആളുകൾക്ക് ചെയ്യുന്ന ഒരു സഹായം പോലെ അങ്ങനെയുള്ള സഹായങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും അവർ ചെയ്യുന്ന ആ ഒരു സോഷ്യൽ സർവീസും. തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫാദറിനെയും അതുപോലെ തന്നെ രത്നയെയും നമുക്ക് ആ ഒരു ഹൊറേഗല്ലു എന്ന ആ ഒരു സ്റ്റോൺ ബെഞ്ചുമായിട്ട് ബന്ധപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. യെസ്, we can relate grandfather and Ratna to Horegalu. Both grandfather and Ratna are doing the same service like Horegalu does. They help others to unburden their burden and to get a refreshment. Next question. Do you think mere listening can solve a problem? Identify the qualities of a good listener. അതായത് ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ മാത്രം ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കുമോ? ദെൻ ഐഡൻറ്റിഫൈ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ. നല്ല കേൾവിക്കാരൻ്റെ ഗുണങ്ങൾ കണ്ടെത്തുക, മനസ്സിലാക്കുക. ഓക്കെ, നമുക്കറിയാം ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് കേട്ട് കൊടുക്കുന്നതിലൂടെ മാത്രം ആ ഒരു പ്രശ്നങ്ങൾക്ക് 100% പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. എങ്കിലും ആ ഒരു പ്രശ്നത്തിൻ്റെ പകുതിയെങ്കിലും അതിൻ്റെ കാഠിന്യം പകുതിയെങ്കിലും കുറക്കാൻ തീർച്ചയായിട്ടും ഒരാളോട് സംസാരിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. മിയർ ലിസണിങ് കാൺ സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. ജസ്റ്റ് അവർ പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് കേൾക്കുന്നതിലൂടെ മാത്രം എല്ലാ പ്രശ്നങ്ങൾക്കും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അവർ പ്രോബ്ലംസ്. എന്നാൽ ആ ഒരു പ്രശ്നങ്ങൾ ഒരാളോട് സംസാരിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറക്കാൻ തീർച്ചയായിട്ടും സാധിക്കും.
ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ, നല്ല കേൾവിക്കാരൻ്റെ ഗുണങ്ങൾ. ഇനഫ് പേഷ്യൻസ്, ആവശ്യത്തിന് ക്ഷമ ഉണ്ടായിരിക്കണം. ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻ, നല്ല മുഖഭാവം ഉണ്ടായിരിക്കണം. ദെൻ ഗ്രേറ്റ് കോൺസെൻട്രേഷൻ, നല്ല ഏകാഗ്രത ഉണ്ടായിരിക്കണം. ഗുഡ് അറ്റൻഷൻ, നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇൻട്രസ്റ്റ്, ആ ഒരു വിഷയത്തിൽ താല്പര്യം ഉണ്ടായിരിക്കണം. സിമ്പതി, സഹതാപം ഉണ്ടായിരിക്കണം. ഗിവിങ് സജഷൻസ്, നിർദ്ദേശങ്ങൾ നൽകണം. ബീയിങ് നോൺ ജഡ്ജ്മെൻ്റൽ, കൂടുതൽ വിലയിരുത്തലുകളൊന്നും പാടില്ല. സ്പീക്ക് ലെസ് ആൻഡ് ഹിയർ മോർ, കുറച്ച് സംസാരിക്കണം, അതുപോലെ തന്നെ കൂടുതൽ കേൾക്കുകയും ചെയ്യണം. ഹാവ് ദ എബിലിറ്റി ടു കൺസോളിഡേറ്റ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാനുള്ള കഴിവുണ്ടായിരിക്കണം. നെവർ ഇൻ്ററപ്റ്റ്, ഒരിക്കലും ഇൻ്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, അതായത് അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. ദെൻ ലുക്ക് അറ്റ് ദ സ്പീക്കർ, സംസാരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കണം. ദെൻ ഗീവ് പോസിറ്റീവ് റെസ്പോൺസസ്, പോസിറ്റീവായിട്ടുള്ള മറുപടികൾ നൽകണം. ദെൻ ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദം, അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം.